ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 71-ാം ദിവസം. ബാലാമിൻ്റെ പ്രവചനങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 106 എന്നിവ വായിക്കുന്നു. ഇസ്രായേല്യരെ ശപിക്കാൻ ബാലാക്ക് നിയോഗിച്ച ബാലാം എന്ന പ്രവാചകൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട വിവിധ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇന്ന് നാം വായിക്കുന്നു. പാവപ്പെട്ടവൻ്റെ നിലവിളികൾക്ക് നേരെ കണ്ണും കാതും അടയ്ക്കാതിരിക്കാനും അനാഥൻ്റെയും അഗതിയുടെയും വിധവയുടെയും പരദേശിയുടെയും നിലവിളികൾക്ക് കാരണം ആകാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം. ബാലാമിൻ്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ പണിയുക, 7 മൂരികളെയും 7 മുട്ടാടുകളെയും എനിക്കായി ഇവിടെ ഒരുക്കുക. ബാലാം ആവശ്യപ്പെട്ടതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാമും ബാലാക്കും ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക, ഞാൻ ചെല്ലട്ടെ. ഒരുപക്ഷെ കർത്താവ് എൻ്റെ പക്കൽ സന്നിഹിതനാകാൻ ഇടയായെങ്കിലോ. അവിടുന്ന് എന്നെ കാണിക്കുന്ന കാര്യം എന്തായാലും ഞാൻ നിന്നോട് വിവരിക്കാം. എന്നിട്ട് അവനൊരു മേട്ടിലേക്ക് പോയി. ദൈവം ബാലാമിൻ്റെ പക്കൽ സന്നിഹിതനായി. അവിടുത്തോട് അവൻ പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് ബാലാമിൻ്റെ വായിൽ ഒരു വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുക്കൽ തിരിച്ചെത്തി ഇങ്ങനെ സംസാരിക്കണം എന്ന് അരുൾ ചെയ്തു. അവൻ അയാളുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ അയാളും മോവാബ് പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ ആനയിച്ചു. മോവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന്, നീ വന്ന് യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, നീ വന്ന് ഇസ്രായേലിനെ ഭർസിക്കുക. ദൈവം ശപിക്കാതിരിക്കെ ഞാനെങ്ങനെ ശപിക്കും? കർത്താവ് ഭർസിക്കാതിരിക്കെ ഞാനെങ്ങനെ ഭർസിക്കും? പാറമുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, കുന്നിൻപുറങ്ങളിൽ നിന്ന് അവനെ ഞാൻ വീക്ഷിക്കുന്നു. ഇതാ ജനതകളുടെ ഭാഗമാകാതെ വേറിട്ട് പാർക്കുന്ന ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയാകട്ടെ, ഇസ്രായേലിൻ്റെ 4-1 എണ്ണമാകട്ടെ, ആര് കണക്ക് കൂട്ടും? എൻ്റെ ആത്മാവ് സത്യവാന്മാരുടെ മരണം പുൽകട്ടെ, എൻ്റെ പിന്മുറ അവനെപ്പോലെ ആകട്ടെ. ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ സ്വീകരിച്ചു, എന്നാൽ ഇതാ നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചു. അവൻ മറുപടിയായി പറഞ്ഞു, കർത്താവ് എൻ്റെ വായിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്തോ അത് സംസാരിക്കാനല്ലേ ഞാൻ ജാഗ്രത പുലർത്തേണ്ടത്. ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നാലും അവിടെ നിന്ന് നിനക്ക് അതിനെ കാണാം. അതിൻ്റെ അങ്ങേയറ്റം ഒഴികെയുള്ളത് നിനക്ക് കാണാം, അത് മുഴുവനായും നീ കാണണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. അയാൾ അവനെ സോഫിം വയലിൽ പിസ്ഗ ശൃംഗത്തിലേക്ക് കൊണ്ടുപോയി. അവൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. അവൻ ബാലാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിൻ്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക, ഞാൻ അവിടുത്തെ കണ്ടുമുട്ടട്ടെ. കർത്താവ് ബാലാമിൻ്റെ പക്കലണഞ്ഞ്
അവൻ്റെ വായിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഇങ്ങനെ സംസാരിക്കുക എന്നരുളി ചെയ്തു. അവൻ അയാളുടെ പക്കൽ ചെന്നപ്പോൾ ഇതാ, അയാൾ തൻ്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളോടൊപ്പം മുവാബ് പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് വചിച്ചത്? അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കെ, ഉണർന്ന് ശ്രവിക്കുക. സിപ്പോറിൻ്റെ പുത്ര, എന്നിലേക്ക് ചെവി ചായ്ക്കുക. ദൈവം വ്യാജം പറയാൻ നരനോ പരിതപിക്കാൻ മനുഷ്യപുത്രനോ അല്ല. അവിടുന്ന് അരുൾ ചെയ്തിട്ട് ഇരിക്കുമോ? ഉര ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ ഞാൻ ദൗത്യമേറ്റിരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ എനിക്കാവില്ല. യാക്കോബിൽ അവിടുത്തെ അകൃത്യം നിരീക്ഷിച്ചില്ല, ഇസ്രായേലിൽ തെറ്റ് ദർശിച്ചതുമില്ല. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ട്, രാജഭേരി അവനിലുണ്ട്. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ്റേത് കാട്ടുപോത്തിൻ്റേതുപോലുള്ള ഗാംഭീര്യമാണ്. നിശ്ചയമായും യാക്കോബിൽ ശകനം നോട്ടമില്ല, ഇസ്രായേലിൽ ഭാവി പറച്ചിലുമില്ല. ദൈവം പ്രവർത്തിക്കുന്നത് എന്തെന്ന് യാക്കോബിനോടും ഇസ്രായേലിനോടും യഥാസമയം പറയപ്പെടും. ഇതാ ഒരു ജനം, സിംഹിയെപ്പോലെ അത് ഉണരുന്നു, സിംഹത്തെപ്പോലെ അത് എഴുന്നേൽക്കുന്നു. ഇര വിഴുങ്ങാതെ അത് കിടക്കുകയില്ല. നിഹതന്മാരുടെ രക്തം അത് കുടിക്കുന്നു. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവനെ ഒട്ട് ശപിക്കുകയും വേണ്ട, അവനെ ഒട്ട് അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം ബാലാക്കിനോട് മറുപടിയായി പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നത് എന്തെല്ലാമോ അത് ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, വന്നാലും മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് എനിക്ക് വേണ്ടി നീ അവനെ ശപിക്കുന്നത് ദൈവദൃഷ്ടികളിൽ ശരിയാകാം. തരിശുഭൂമുഖം കീഴ്ദർശനമായുള്ള പെയോർ ശൃംഗത്തിലേക്ക് ബാലാമിനെ ബാലാക്ക് കൊണ്ടുപോയി. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 മൂരികളെയും 7 മുട്ടാടുകളെയും തയ്യാറാക്കുക. ബാലാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും അവർ ഹോമിച്ചു. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം. ഒരാൾ ഒരുവളെ സ്വീകരിച്ച് അവളുടെ ഭർത്താവായിരിക്കെ ആഭാസകരമായ എന്തെങ്കിലും അവളിൽ കണ്ടെത്തിയതുവഴി അവൾ അവൻ്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്താതായാൽ അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി അവനവളെ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. അവൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് മറ്റൊരു പുരുഷൻ്റേതായിത്തീരുന്നു എന്നിരിക്കട്ടെ. അടുത്തയാളും അവളെ വെറുത്ത് അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി തൻ്റെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞയക്കുകയോ അവളെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചയാൾ മരിച്ചു പോവുകയോ ചെയ്താൽ അവൾ മലിനയായിത്തീർന്ന ശേഷം അവളെ പറഞ്ഞയച്ച ആദ്യ ഭർത്താവ് അവൾ തൻ്റെ ഭാര്യയായി തീരേണ്ടതിന് അവളെ സ്വീകരിക്കാൻ തിരികെ ചെല്ലാൻ പാടുള്ളതല്ല. കാരണം കർത്തൃസന്നിധിയിൽ അത് നിന്ദ്യമാണ്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. വിവിധ നിയമങ്ങൾ. ഒരാൾ ഒരു പുതുമണവാട്ടിയെ സ്വീകരിച്ചാൽ അവൻ സൈന്യത്തോടൊപ്പം പുറപ്പെടരുത്. ഒരു ഉത്തരവാദിത്വവും അവൻ്റെ മേൽ ചുമത്തരുത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി 1 വർഷം അവൻ ഉത്തരവാദിത്വ മുക്തനായിരിക്കും. പരിണയിച്ച ഭാര്യയോടൊപ്പം അവൻ സന്തോഷിക്കട്ടെ. ആട്ടുകല്ലോ മേൽക്കല്ലോ ആരും പണയം വാങ്ങരുത്. കാരണം ജീവൻ തന്നെയാണ് അവൻ പണയം വാങ്ങുന്നത്. ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരരായ ഇസ്രായേലിൽ നിന്ന് ഒരു വ്യക്തിയെ മോഷ്ടിച്ച് അവനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കാണപ്പെട്ടാൽ ആ മോഷ്ടാവ് മരിക്കണം. അങ്ങനെ ആ തിന്മ നിൻ്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. കുഷ്ഠബാധ അങ്ങേയറ്റം ശ്രദ്ധിക്കാനും വേണ്ടത് ചെയ്യാനും നീ ജാഗ്രത കാട്ടണം. ഞാൻ ലേവായ പുരോഹിതരെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് മിരിയാമിനോട് വഴിയിൽ വെച്ച് ചെയ്തത് ഓർക്കണം. നിൻ്റെ അയൽക്കാരന് നീ എന്തെങ്കിലും കടം കൊടുക്കുമ്പോൾ അതിൻ്റെ പണയം ഈടാക്കാനായി അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്ത് നിൽക്കണം. നീ വായ്പ കൊടുക്കുന്ന ആൾ പണയവസ്തു പുറത്ത് നിൻ്റെ പക്കൽ കൊണ്ടുവരട്ടെ. അയാൾ അഗതിയാണെങ്കിൽ അവൻ്റെ പണയവസ്തുവിൽ നീ ഉറങ്ങരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയവസ്തു നീ തിരികെ കൊടുത്തിരിക്കണം. തൻ്റെ വസ്ത്രത്തിൽ അവൻ കിടക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായി പരിണമിക്കും. നിൻ്റെ സഹോദരനിൽ നിന്നോ
നിന്റെ ദേശത്തെ കവാടങ്ങളിലെ പ്രവാസിയിൽ നിന്നുള്ള അഗതിയോ ദരിദ്രനോ ആയ കൂലിക്കാരനെ നീ ഞെരുക്കരുത്. നീ അവൻ്റെ കൂലി അന്നൊന്ന് നൽകണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. എന്തെന്നാൽ അവൻ അഗതിയും അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവനുമാണ്. നിനക്ക് പാപമാകും വിധം അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിക്കാതിരിക്കാനാണിത്. മക്കളെ പ്രതി പിതാക്കന്മാർ വധിക്കപ്പെടരുത്. പിതാക്കന്മാരെ പ്രതി മക്കളും വധിക്കപ്പെടരുത്. അവർ വധിക്കപ്പെടേണ്ടത് അവനവൻ്റെ പാപത്തെ പ്രതിയാണ്. പ്രവാസിയുടെയും അനാഥൻ്റെയും ന്യായം നീ തകിടം മറിക്കരുത്. വിധവയുടെ വസ്ത്രം നീ പണയം വാങ്ങരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും നീ ഓർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല കരവേലയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വയലിൽ നിന്റെ വിളവ് നീ കൊയ്യുമ്പോൾ ഒരു കറ്റ വയലിൽ മറന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ നിന്റെ ഒലിവ് തല്ലിപ്പറിക്കുമ്പോൾ പിന്നാലെ കൊമ്പുകൾ തപ്പിപ്പറിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നീ നിന്റെ മുന്തിരി പറിക്കുമ്പോൾ പിന്നാലെ കാലാ പെറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്നോർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം. ആളുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ന്യായാധിപ സംഘത്തെ സമീപിക്കുകയും അവർ അവരെ സാധൂകരിക്കുകയും വേണം. അവർ നീതിമാനെ വെറുതെ വിടുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ പ്രഹാരത്തിന് അർഹനാണെങ്കിൽ ന്യായാധിപൻ അവനെ തൻ്റെ മുമ്പിൽ കിടത്തി അവൻ്റെ കുറ്റത്തിന് മതിയായത്ര എണ്ണം അടിയേൽപ്പിക്കണം. അവനെ 40 തവണയിൽ കൂടാതെ അടുപ്പിക്കാം. അതിലുമധികം അടി അവനെ ഏൽപ്പിച്ച് നിൻ്റെ ദൃഷ്ടികൾക്ക് നിൻ്റെ സഹോദരൻ നാണം കെടാതിരിക്കാനാണത്. കാള മെതിക്കുമ്പോൾ അതിൻ്റെ വായി നീ കെട്ടരുത്. ഭർതൃ സഹോദരധർമ്മം. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുകയും അവരിൽ ഒരാൾ മരിക്കുകയും അവന് പുത്രനില്ലാതിരിക്കുകയും ചെയ്താൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്ത് അന്യപുരുഷന് ഭാര്യയായി തീരരുത്. അവളുടെ ഭർതൃ സഹോദരൻ അവളെ പ്രാപിച്ച് ഭാര്യയായി സ്വീകരിക്കുകയും ഭർതൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും വേണം. അവൾ പ്രസവിക്കുന്ന ആദ്യജാതൻ പരേതനായ സഹോദരൻ്റെ നാമം നിലനിർത്തണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് അവൻ്റെ പേര് തുടച്ചു നീക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ അയാൾ തൻ്റെ സഹോദര ഭാര്യയെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ സഹോദര ഭാര്യ പട്ടണവാതിൽക്കൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് പറയണം. ഭർതൃ സഹോദര ധർമ്മം നിർവഹിച്ച് തൻ്റെ സഹോദരന് വേണ്ടി ഇസ്രായേലിൽ അവൻ്റെ നാമം നിലനിർത്താൻ എൻ്റെ ഭർതൃ സഹോദരൻ വിസമ്മതിക്കുന്നു. എന്നോട് ഭർതൃ സഹോദര ധർമ്മം നിറവേറ്റാൻ അയാൾ തയ്യാറല്ല. അപ്പോൾ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അയാളെ വിളിച്ച് അയാളോട് സംസാരിക്കണം. എന്നാൽ അയാൾ ഉറച്ചു നിന്ന് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദര ഭാര്യ ശ്രേഷ്ഠന്മാരുടെ കൺമുമ്പിൽ അയാളെ സമീപിച്ച് അയാളുടെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിക്കുകയും അയാളുടെ മുഖത്ത് തുപ്പുകയും വേണം. എന്നിട്ട് സ്വസഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യണം എന്ന് അവൾ മറുപടി പറയണം. ചെരിപ്പഴിക്കപ്പെട്ടവൻ്റെ ഭവനം എന്ന് അവൻ്റെ നാമം ഇസ്രായേലിൽ വിളിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. പുരുഷന്മാർ പരസ്പരം ശണ്ട കൂടുമ്പോൾ ഒരുവൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ പ്രഹരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവളുടെ കൈ നീട്ടി അവൻ്റെ ജനനേന്ദ്രിയത്തിൽ കടന്നു പിടിച്ചാൽ അവളുടെ കൈപ്പത്തി വെട്ടിക്കളയണം. നിൻ്റെ കണ്ണ് ദയാമസൃണമാകരുത്. നിൻ്റെ സഞ്ചിയിൽ നിനക്ക് വലുതും ചെറുതുമായ വ്യത്യസ്ത കട്ടികൾ ഉണ്ടായിരിക്കരുത്. നിൻ്റെ വീട്ടിൽ നിനക്ക് വലുതും ചെറുതുമായ വ്യത്യസ്ത ഏഫാകൾ ഉണ്ടായിരിക്കരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന് പൂർണ്ണവും കൃത്യവുമായ കട്ടി നിനക്കുണ്ടായിരിക്കണം. പൂർണ്ണവും കൃത്യവുമായ ഏഫായും നിനക്കുണ്ടായിരിക്കണം. ഇവ ചെയ്യുന്ന ഏവനും അനീതി ചെയ്യുന്ന ഏവനും ദൈവത്തിന് നിന്ദ്യനാണ്. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തത് നീ ഓർക്കണം. നീ ക്ഷീണിതനും തളർന്നവനുമായിരിക്കെ അവൻ വഴിയിൽ നിന്നെ നേരിട്ടതും നിൻ്റെ പിൻനിരയിലുണ്ടായിരുന്ന ബലഹീനരെയെല്ലാം അവൻ പിന്നിൽ നിന്ന് ആക്രമിച്ചതും. അവനാകട്ടെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നില്ല. ആകയാൽ അവകാശമായി നിനക്ക് കൈവശപ്പെടുത്താൻ
നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകി കഴിയുമ്പോൾ അമലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിന് കീഴേ നിന്ന് നീ തുടച്ചു നീക്കണം. നീ അത് മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 106. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും ദൈവത്തിൻ്റെ കാരുണ്യവും. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിൻ്റെ ധീരകൃത്യങ്ങൾ ആര് ഉദ്ധീരണം ചെയ്യും? അവിടുത്തെ അപദാനങ്ങളെല്ലാം ആര് ശ്രദ്ധയിൽ കൊണ്ടുവരും? എല്ലാ കാലത്തും ന്യായം പാലിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങേ ജനത്തോടുള്ള സംപ്രീതിയിൽ എന്നെ ഓർക്കണമേ. അങ്ങയുടെ രക്ഷയോടെ എന്നെ സന്ദർശിക്കണമേ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം ആസ്വദിക്കാൻ, അങ്ങേ ജനതയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അങ്ങേ അവകാശത്തോടൊപ്പം അഭിമാനിക്കാൻ എനിക്കിടയാകട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തിന്മ ചെയ്തു, ദുഷ്ടത പ്രവർത്തിച്ചു. ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയുടെ വിസ്മയകൃത്യങ്ങൾ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകം അവർ അനുസ്മരിച്ചില്ല. കടൽക്കരയിൽ ചെങ്കടലിങ്കൽ അവർ മത്സരിച്ചു. എന്നിട്ടും തൻ്റെ പ്രാബല്യം വെളിപ്പെടുത്താൻ വേണ്ടി തിരുനാമത്തെ പ്രതി അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വരണ്ടുപോയി. മരുഭൂസമാനമായ ആഴങ്ങളിലൂടെ അവിടുന്ന് അവരെ നടത്തി. അവിടുന്ന് അവരെ വിദ്വേഷിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരാളും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു, അവർ തിരുകീർത്തനം ആലപിച്ചു. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം വിസ്മരിച്ചു, അവിടുത്തെ ഉപദേശത്തിനായി കാത്തുനിന്നില്ല. മരുഭൂമിയിൽ വെച്ച് അത്യാർത്തി അവരെ പിടികൂടി, വിജനതയിൽ വെച്ച് അവർ തമ്പുരാനെ പരീക്ഷിച്ചു. അവരുടെ അഭ്യർത്ഥന അവിടുന്ന് അവർക്ക് സാധ്യമാക്കി. എങ്കിലും അവരുടെ ആർത്തി കാരണം അവിടുന്ന് ക്ഷയവ്യാധി അയച്ചു. അവർ പാളയത്തിൽ വെച്ച് മോശയോടും കർത്താവിൻ്റെ പരിശുദ്ധനായ അഹ്റോനോടും അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങി അബീറാമിൻ്റെ സംഘത്തെ അത് മൂടുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നി എരിഞ്ഞു, ദുഷ്ടരെ ജ്വാല ദഹിപ്പിച്ചു. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർപ്പ് വിഗ്രഹത്തെ ആരാധിച്ചു. അങ്ങനെ തങ്ങളുടെ മഹത്വം അവർ പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് കൈമാറി. തങ്ങളെ രക്ഷിച്ച തമ്പുരാനെ അവർ മറന്നു. ഈജിപ്തിൽ അവിടുന്ന് ചെയ്ത വൻകാര്യങ്ങൾ, ഹാമിൻ്റെ നാട്ടിലെ വിസ്മയനീയ പ്രവർത്തികൾ, ചെങ്കടലിനു മീതെ ഭീതിത കൃത്യങ്ങൾ തന്നെ അവരെ നശിപ്പിക്കുന്നതിൽ നിന്ന് അവിടുത്തെ ക്രോധം പിൻവലിപ്പിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്തവനായ മോശ തിരുമുമ്പിൽ തടസ്സമായി നിന്നില്ലായിരുന്നെങ്കിൽ അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു. കമനീയമായ ദേശം അവർ നിരസിച്ചു, അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, കർത്താവിൻ്റെ സ്വരം അനുസരിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവർക്കെതിരെ കരമുയർത്തി. മരുഭൂമിയിൽ അവരെ വീഴ്ത്തേണ്ടതിനും ജനതകളുടെ ഇടയിൽ അവരുടെ സന്തതികളെ വീഴ്ത്തേണ്ടതിനും നാടുകളിൽ അവരെ ചിതറിക്കേണ്ടതിനും തന്നെ അവർ പെയോറിലെ ബാലിനോട് ചേർന്നു മൃതർക്കുള്ള ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അവിടുത്തെ പ്രകോപിപ്പിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് വിധി നടപ്പാക്കി, മഹാമാരി നിലയ്ക്കുകയും ചെയ്തു. തന്മൂലം അത് അവന് തലമുറയിലേക്ക് നിത്യതയോളം നീതിയായി കരുതപ്പെട്ടു. മെറീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ രോഷമുളവാക്കിയപ്പോൾ അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവൻ്റെ ചൈതന്യത്തെ ദുഃഖിപ്പിച്ചതിനാൽ തൻ്റെ അധരങ്ങൾ കൊണ്ട് അവൻ പുലമ്പി. നശിപ്പിക്കുവാൻ കർത്താവ് തങ്ങളോട് കൽപ്പിച്ചിരുന്ന ജനങ്ങളെ അവർ നശിപ്പിച്ചില്ല. അവർ ജനതകളോട് ഇടകലർന്ന് അക്കൂട്ടരുടെ കർമ്മങ്ങൾ അഭ്യസിച്ചു. അക്കൂട്ടരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അവ അവർക്ക് കെണിയായിത്തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ ദുർദേവതകൾക്ക് ബലിയർപ്പിച്ചു. അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ രക്തം കൊണ്ട് നാട് ദുഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മലിനരായി. തങ്ങളുടെ ചെയ്തികളാൽ അവർ വ്യഭിചരിച്ചു. കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. തൻ്റെ അവകാശം അവിടത്തേക്ക് അറപ്പായി. അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വിദ്വേഷകർ അവരെ ഭരിച്ചു.
അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവരുടെ കൈക്കീഴിൽ അവർ വിനീതരാക്കപ്പെട്ടു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവരാകട്ടെ തങ്ങളുടെ ദുരുപദേശത്താൽ ധിക്കാരികളായി. തങ്ങളുടെ കുറ്റത്താൽ അവർ അധപ്പതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ടപ്പോൾ അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവരോടുള്ള തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തൻ്റെ കാരുണ്യാതിരേകമനുസരിച്ച് അവിടുന്ന് മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയ എല്ലാവർക്കും മുമ്പിൽ ആർദ്രതാ പാത്രങ്ങളാകാൻ അവർക്ക് അവിടുന്ന് ഇടവരുത്തി. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പരിശുദ്ധിയുടെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അങ്ങേ സ്തുതിപ്പിൽ അഭിമാനം കൊള്ളാനും ജനതകളിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിത്യത മുതൽ നിത്യത വരെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ.